കനത്ത മഴയെ തുടർന്ന് കൊയിലാണ്ടി ചേമഞ്ചേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കിണറും പരിസരവും പൂർണ്ണമായും തകർന്നു. കിണറിന്റെ ആൾമറ ഉൾപ്പെടെയുള്ള ഭാഗം മണ്ണിടിച്ചിലിനൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ്. ശരത് SS വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അവിടെ ഒരു കുഴി മാത്രമാണ് അവശേഷിക്കുന്നത്. കിണർ ഇടുന്നതിൻ്റെതായ ഒന്നുമില്ല. ആൾമറ അടക്കം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. വീട്ടുകാർ പറയുന്നത് എന്താണ്? മാധു, അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. നിലവിൽ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്കൊക്കെ തന്നെ ശമനമുണ്ട്. പക്ഷേ രാവിലെയും ഇന്നലെയുമായിട്ട് കാര്യമായ രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. അങ്ങനെ ചേമഞ്ചേരിയിലടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ട് പ്രതിസന്ധി കൂടി ഉണ്ടായതാണ്. ഇതിന് പിന്നാലെയാണ് ഈ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. ചേമഞ്ചേരി പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് സംഭവം. വയലാട്ട് മീത്തൽ ഭാസ്കരന്റെ വീട്ടിലെ കിണറാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ കിണറും കിണറിന്റെ ആൾമറയും ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ ആരും കിണറിന് സമീപത്ത് ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി എന്നുകൂടി വേണം പറയാൻ. നിലവിൽ ഇപ്പോൾ വെറുമൊരു കുഴി മാത്രമാണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ രീതിയിൽ പൂർണ്ണമായും കിണറിന്റെ ആൾമറ ഉൾപ്പെടെ കിണറിനകത്തേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്തും സമാനമായ രീതിയിൽ വെള്ളക്കെട്ടും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ട്. മഴ ശക്തമായതിന് പിന്നാലെ പലയിടങ്ങളിലും വെള്ളം കയറിയിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തീരദേശത്തോട് ചേർന്നുള്ള ഭാഗം കൂടിയാണ്. ആ രീതിയിൽ ഇത്തരം പ്രതിസന്ധി കൂടി ചേമഞ്ചേരി ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. ആ കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. ആൾമറ അടക്കം പോയിരിക്കുന്നു. മാത്രമല്ല, ആ മണ്ണിളകിയത് കൊണ്ട് തന്നെ വീട്ടുകാർക്ക് ആശങ്കയുമുണ്ട്.